2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സുഖമില്ലാതിരിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു വിഷയം? നമുക്ക് കൈയുടെ പ്രശ്നം തന്നെ, വീണ്ടും ടെന്നീസ് എൽബോയുടെ പ്രശ്നം തന്നെയാണ്. കൈക്ക് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലേ? നമ്മൾ ശരിക്കും ജനങ്ങൾക്ക് അറിയാവുന്ന സച്ചിന് വന്നപ്പോഴാണ് ജനങ്ങൾ ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് പലരും തിരിച്ചറിയുന്നത്. അത് നല്ല പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒന്നാമത് ഈ ജോലി നിൽക്കുന്നത് വലതുകൈയുടെ പ്രശ്നം, അത് വലതുകൈയുടെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെ നമ്മൾ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലേ? ഇപ്പം നല്ല വേദനയുണ്ടോ? വേദനയുണ്ട്, ഇവിടെ നീരടിക്കുന്നുണ്ടല്ലേ? നല്ല നീരുണ്ട് കൈക്ക്, നല്ല നീരുണ്ടല്ലോ കൈക്ക്. അപ്പോൾ നമ്മൾ ഈ നീരും വെച്ചിട്ടാണ് നമ്മളെ വിളിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അല്ലെ മുന്നോട്ട് പോകണ്ടേ, നമ്മുടെ ജീവിതങ്ങൾ കൂടെ നടന്നു പോകണ്ടേ? ജീവിതങ്ങൾ നടന്നു പോകണം. അപ്പോൾ നമുക്കിനി ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വീണ്ടും ചോദിച്ചപ്പോൾ അല്ലെ സുഖമില്ലാതിരിക്കുകയാണ് പറയാമായിരുന്നത്, എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്ന് പറയാമായിരുന്നു. അപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് നമ്മുടെ വർക്കും കൂടെ ആണല്ലോ, അപ്പം വന്നെടുത്തോട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കൈയെല്ലാം ഭേദമായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങിയാണല്ലേ? നമ്മൾ വർക്ക് തുടങ്ങിയാണ്. കാരണം ഈ മഴയുടെ ഒരു അന്തരീക്ഷം നിൽക്കുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ചെങ്കിലും നമുക്ക് ചെയ്ത് മാറണം. അതല്ലെങ്കിൽ ഇന്നാളെ പോലെ തന്നെ നിങ്ങൾ ബാക്കി വന്ന് എടുക്കേണ്ടി വരും. ശരി. രണ്ടായാലും നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇതൊരു വണ്ടിയുടെ പ്ലേറ്റ് ആണ്. നല്ല ഗേജുള്ള പ്ലേറ്റാണ്. പ്ലേറ്റാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എങ്ങനെ അറിയുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ നല്ല നാദമായിരിക്കും. ശരി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ സ്പാർക്ക് പ്ലസ് എഫ്എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനെ ഹരി വെട്ടിയാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെയാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അദ്ദേഹം 2 വാക്ക് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട് എവിടെയാണെന്ന്. അപ്പം തുടക്കത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞേക്കാം. എൻ്റെ വീട് പള്ളിയർക്കാവ് ക്ഷേത്രത്തിനടുത്ത് പടിപ്പുര ജംഗ്ഷനിലാണ്. പടിപ്പുര ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് എൻ്റെ പണിശാലയും നടക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഇന്ന് വർക്ക് എടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു ഹെവി വർക്കാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായിരിക്കും ഒന്ന് പരിചയപ്പെടുത്തുക? അത്ര വലിയ ഹെവി വർക്കൊന്നുമല്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന, അതായത് ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ, എല്ലൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീട്ടാവശ്യത്തിനുള്ള കത്തിയാണ്. അപ്പോൾ എല്ല് മുറിയുന്ന ഒരു വർക്കാണ്. അതെ. അപ്പം അതൊരു ഹെവി വർക്ക് തന്നെയാണ്. ഇപ്പോൾ ഹെവി വർക്കാണ്, ഇതൊരു സമയം എടുക്കുന്ന വർക്കാണ്. തീർച്ചയായും. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾ നല്ലൊരു വർക്കാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അതെ. അപ്പോൾ പ്രേക്ഷകരെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് കാണാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസ് അതിലോട്ട് ഇറക്കി വെക്കാൻ പോകും. ഇത് കട്ട് ചെയ്ത പീസ് പഴുപ്പിക്കാനായിട്ട് പോവുക. പഴുക്കുമ്പോഴത്തേനെ നമുക്ക് വേറെ വർക്കുണ്ട്. അപ്പോൾ അത് ഇന്നലെ തുവച്ച് വെച്ചിരുന്ന, ടെമ്പർ ചെയ്ത് വെച്ചിരുന്ന ചില പ്ലേറ്റുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, തണുത്ത് കഴിഞ്ഞാലും ഹൈ ഹീറ്റായിട്ട് നല്ല ഹാർഡായിട്ട് മാറും. അപ്പോൾ അത് ഇപ്പോൾ ഞാനത് എടുത്ത് പരുവം നോക്കിയപ്പോൾ ഇച്ചിരി വീണ്ടും ടെമ്പർ കാണിക്കുന്നു. ഇത് നിലമ്പൂരിനായിരിക്കാം. നിലമ്പൂരപ്പം നമ്മുടെ പ്രേക്ഷകരുണ്ട് നിലമ്പൂര്, അവിടെ നിന്ന് വന്ന ഓർഡറാണ് അല്ലേ? അവിടെ നിന്നുള്ള ഓർഡർ. ഇതും അതും എല്ലാം കൂടെ ഒരുമിച്ച് ഫിനിഷ് ആവണം. അപ്പോൾ ഇത് എന്നത്തേന് ഇന്ന് അയക്കുമോ? ഇത് ഇന്ന് ചിലപ്പോൾ അയപ്പ് നടക്കില്ല, കാരണം ആ വർക്ക് നടക്കുന്നുണ്ട്. ഇതും അതിൻ്റെ ഇടവേളകളിൽ ഇത് ഫിനിഷ് ചെയ്ത് മാറ്റി വെക്കാം. ശരി. അപ്പോൾ നാളെ അയക്കാന്നുള്ള പ്രതീക്ഷയാണ്. ഇനിയിപ്പം ടെമ്പറിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി വാതലെല്ലാം ഫിനിഷ് ചെയ്തെടുത്താൽ ഈ നീല കളർ കണ്ട ഇതാണ് പരുവം, അല്ലേ അടന്നു പോകും. നമ്മൾ ഇന്നലെ പരുവം പിടിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. പിന്നെ രാവിലെ രാഗി നോക്കുമ്പോൾ ഇന്നലെ ഫിനിഷ് ചെയ്ത ഇപ്പം നമ്മൾ ചൂടാക്കി അതിന് പരുവം കറക്റ്റ് ചെയ്ത് വെക്കുക. വാത്തല കറക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മിനുക്ക് പരിപാടി. മിനുക്ക് പരിപാടിയുള്ളൂ. മിനുക്ക് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊറിയർ ചെയ്യണം. ശരി. നമ്മുടെ പ്രേക്ഷകർ കണ്ടല്ലോ, അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ധൈര്യപൂർവ്വം ഇദ്ദേഹത്തെ നമുക്കൊരു വർക്ക് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ആളാണ്.
നല്ല അസാധ്യ വേദന. കൈക്ക് നല്ല വേദനയുണ്ടല്ലേ? നല്ല നീർക്കെട്ടുണ്ട് കൈക്ക്. നല്ല കൈയുടെ നീർക്കെട്ട് കാരണമാണ് ഈ ചില സമയത്ത് കുട്ടികൾ നമ്മൾ കൈ പിടിച്ചാൽ കറക്റ്റ് നിൽക്കുകയല്ല, അടി പാളിപ്പോകും. ഓ ശരി. അപ്പോൾ ഇത്രയും ഇങ്ങനെ റൂൾ കടി പോലെ കിടക്കുക. വേദനയുണ്ട്, നല്ല വേദന. നല്ല വേദനയുണ്ടല്ലേ? ഇതിൻ്റെ തിരിവും പിരിവൊക്കെ നമ്മൾ അടിച്ച് മാറ്റിയിടുക. തിരുവെല്ലാം മാറ്റണം അല്ലേ? മാറ്റണം, അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെട്ട് കിട്ടുക. ഓ ശരി ശരി. അത് പിടിയെ കയറ്റി ഉറപ്പിക്കുമ്പോഴും കണപ്പ് ഉറച്ചിരിക്കണം, അല്ലെങ്കിൽ മാത്രമേ നമ്മൾ വെട്ടുന്നിടത്ത് വെട്ട് കിട്ടണേ കറക്റ്റ് ലെവലായിരിക്കണം കത്തി. ശകലം പോലും പൊളച്ചിലുണ്ടാകാൻ പാടില്ല. വെട്ടുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വഴിക്ക് പോകും. ഇത് മൊനയിലൊക്കെ നല്ല നീളമുണ്ടല്ലോ. ഉണ്ട്. നമ്മുടെ കൈ പിടിക്കുന്ന അത്ര അകലം തന്നെ ഇത് ഇടണം. ഇനി ഇച്ചിരി വരുമായിരിക്കും അല്ലേ? ഇതിന്റെ ആവശ്യമുണ്ട്. ഇതിപ്പം നമ്മുടെ കയ്യെക്കാട്ടിലും കൂടി കിടക്കും. അപ്പോൾ പിടിക്കാതിൽ എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം വെച്ച് നമ്മൾ മാക്സിമം ഇട്ട് കൊടുക്കും. ഓ ശരി. നമ്മൾ പിടിക്ക് കേട് വരികയല്ലോ. ഇതിന്റെ കൂര് നമ്മൾ പഴുപ്പിച്ച് പിടിയിലോട്ട് ഇറക്കും. പിടിയെ കയറ്റാൻ നമ്മൾ പരിപാടി. ഒരുപാട് ഇടിച്ചുറപ്പിക്കാനോ പറ്റും. കാരണം ആ കൂരിൻ്റെ നീളക്കൂട ഭയങ്കര കൂടുതൽ. നമ്മളിത് കോലരക്കിട്ട് ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ ടെമ്പറിങ്ങിന് മുമ്പായിട്ട് ഇതിലുള്ള പാടുകൾ വാത്തല കറക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പട്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. അവർക്ക് നെഷാക്കി വെച്ചേക്കാം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വർക്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഹരിവെട്ടിയാറിൻ്റെ വ്യത്യസ്തമായൊരു വർക്കായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ഹരിവെട്ടിയാറിനും
നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നന്ദി. നമസ്കാരം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം.